എല്ലാവർക്കും നമസ്കാരം. എലമെന്റ്സ് വിളിക്കാൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് RCM എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റായിട്ടുള്ള ത്രികാര പഞ്ച് തുളസി എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എലമെന്റ്സ് വെൽ കെയർ. വർഷം 2000-ലാണ് RCM എന്ന് പറയുന്ന കമ്പനി ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ചെറിയ വിലയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിൽ ആരോഗ്യ പരിരക്ഷ, വ്യക്തിപരിചരണം, അതുപോലെ തന്നെ ഗാർമെൻറ്റ്സ്, ഗൃഹോപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, അങ്ങനെ ഒട്ടനവധി ഏകദേശം 750-ലധികം ഉൽപ്പന്നങ്ങളാണ് RCM എന്ന് പറയുന്ന കമ്പനി ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പേര് സൂചിപ്പിച്ച പോലെ ത്രികാര പഞ്ച് തുളസി എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുളസിയാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തുളസി ഒരു പുണ്യസസ്യമായിട്ടാണ്, പുണ്യചെടിയായിട്ടാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. തുളസി എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ഏറ്റവും മഹത്തായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ അറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് തുളസിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പുണ്യ ചെടിയായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത്. ഒട്ടനവധി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അതിനോടുപരി ഒരുപാട് ഈ പറയുന്ന ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി എന്ന് പറയുന്നത്. തുളസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 5 ടൈപ്പ് ഓഫ് തുളസികളാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. രാം തുളസി, ശ്യാം തുളസി, വിഷ്ണു തുളസി, നീംബു തുളസി ആൻഡ് അവാൻ തുളസി, അങ്ങനെ 5ഓളം ഇൻഗ്രീഡിയൻസ്. ഈ 5 തരം തുളസികളുടെ സത്ത് ചേർന്നൊരു ഇൻഗ്രീഡിയൻ്റ് കൂടിയിട്ടുള്ള ഉൽപ്പന്നമാണ് ത്രികാര പഞ്ച് തുളസി ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഏതൊരാൾക്കും വളരെ അനായാസപരമായിട്ട് ഉപയോഗിക്കാവുന്നൊരു ഉൽപ്പന്നമാണ് ഈ ത്രികാര പഞ്ച് തുളസി ഡ്രോപ്സ് എന്ന് പറയുന്നത്. അതായത് തുളസിയുടെ മുഴുവൻ ഗുണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് രോഗപ്രതിരോധ ശേഷി നാച്ചുറലി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, കൂടാതെ ചുമ, ജലദോഷം, കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണിത്. മാത്രമല്ല, നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രഷറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റാണ് നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകളിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഈ അതിൻ്റെ ആൻറ്റി മൈക്രോബ്രിയൽ ഗുണങ്ങളുള്ളതും കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നമുക്ക് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു പ്രകൃതിദത്ത രോഗപ്രതിരോധ ബൂസ്റ്ററായിട്ട് നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും വലിയൊരു കാര്യം പറയുമ്പോൾ പനി, ജലദോഷം, ചുമ പോലുള്ള പ്രശ്നങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമുക്ക് ഈ ഉൽപ്പന്നം സജസ്റ്റ് ചെയ്യാം. ആകെ യൂസേജ് എന്ന് പറയുമ്പോൾ ഒരു 4 മുതൽ 5 തുള്ളി വരെ ഒരു നമ്മുടെ ചായയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. വി സജസ്റ്റ് ഓൾവേസ് യൂസ് ഇൻ വാട്ടർ, വെള്ളത്തിൽ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ എന്ത് രോഗത്തിനായിട്ടുള്ള പ്രശ്നങ്ങൾക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴും അത് നോർമൽ പ്യുവർ വാട്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഈ മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും പഴച്ചാറുകളുടെ കൂടെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അതൊരു കോമൺ കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മരുന്നുകളൊക്കെ പഴച്ചാറുകളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ അത് റിയാക്ഷൻ സംഭവിച്ച് അത് നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മരുന്ന് പോലുള്ള ഏതൊരു ഉൽപ്പന്നമായാലും നിങ്ങൾ എപ്പോഴും അത് പ്യുവർ വെള്ളത്തിൻ്റെ കൂടെ, തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. 5 തരം തുളസികൾ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാം തുളസി, ശ്യാം തുളസി, വിഷ്ണു തുളസി, നീംബു തുളസി, വാൻ തുളസി എന്നിവയുടെ സത്താണ് പ്രധാനമായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ബൂസ്റ്ററായിട്ട് നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിക്കാവുന്നതാണ്. പനി, ചുമ, ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നുള്ള വയറിൽ എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ, അതായത് സ്റ്റൊമക് അപ്സെറ്റ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇലകൾ, തണ്ട്, വേര്, വിത്തുകൾ എന്നിങ്ങനെ തുളസിയുടെ എല്ലാ ഭാഗങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ
നമ്മൾ സൂചിപ്പിച്ച പോലെ ചായയിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ വി പ്രിഫർ ഇൻ വാട്ടർ 4 മുതൽ 5 തുള്ളി വരെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഉൽപ്പന്നത്തിൻ്റെ സർട്ടിഫിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അത്ര വ്യക്തമല്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ RCM എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഉൽപ്പന്നം എന്തെങ്കിലും ഈ ആഷ് പ്രീമിയം ബോളിൽ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാം. വിലയും കാര്യങ്ങളും എങ്ങനെ എത്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും അറിയാവുന്ന RCM ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അപ്പോൾ ഉൽപ്പന്നം മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണുന്നവരെ സൈനിങ് ഓഫ്.